പലരും പല സാഹചര്യങ്ങളിലാണ് ജീവിച്ചു പോരുന്നത്. പക്ഷേ അവരുടെ ഇടയിലൊക്കെയുള്ള ഒരു ഏകഭാവം എന്നത് അവരൊക്കെയും പ്രാരാബ്ധം തീർക്കാൻ വേണ്ടിയാണ് ഈ കടൽ കടന്ന് വിമാനം കയറാൻ പോയത് എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചെത്തുമ്പോൾ ആ നാടൊന്നാകെ ഉലഞ്ഞു പോവുകയാണ്. അങ്ങനെ ഓരോ കണ്ണികളും ജീവിതത്തിൽ നിന്നും പോകുമ്പോൾ അത് ഉൾക്കൊള്ളാനേ ആകുന്നില്ല. നമുക്കിനി കോട്ടയത്തേക്ക് പോയി കഴിഞ്ഞാൽ കോട്ടയത്തും 3 പ്രധാനപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുന്നു. ഈ സ്റ്റെഫിൻ എബ്രഹാമിൻ്റെ മൃതശരീരം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്റ്റെഫിൻ എബ്രഹാം എന്നാൽ 29 വയസ്സ് മാത്രമേ ഉള്ളൂ. വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ 10 മാസം മുമ്പ് നാട്ടിൽ എത്തിപ്പോയതാണ്. അവിടെയും വീടെന്ന വലിയ സ്വപ്നം, കുടുംബമെന്ന വലിയ സ്വപ്നം, ഇതൊക്കെ ബാക്കി വെച്ചാണ് 29-കാരൻ വിട പറയുന്നത്. സുഹൃത്തുക്കളെ സംബന്ധിച്ചോളം അത് താങ്ങാനാകുന്നില്ല. അവരൊക്കെ ചുറ്റും കൂടുന്നതിനേക്കാൾ വീട്ടുകാർ, കുടുംബക്കാരെ സംബന്ധിച്ചോളം, കുടുംബത്തെ സംബന്ധിച്ചോളം താങ്ങാനാകാത്ത ഒരു വേർപാടായി ഇത് മാറുകയാണ്. അത്രമേൽ ഒരു ശോകമൂകമായ അന്തരീക്ഷമാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. സ്റ്റെഫിനെ നഷ്ടപ്പെട്ടു. കോട്ടയത്ത് നിന്നും പി ശ്രീഹരി ചങ്ങനാശ്ശേരിയിലാണ് ശ്രീഹരിയുടെ വീട്. ഷിബു വർഗീസും ചങ്ങനാശ്ശേരിയിലാണ്. അങ്ങനെ 3 പ്രധാനപ്പെട്ട ജീവനുകളാണ് കോട്ടയത്തെ സംബന്ധിച്ചോളം നഷ്ടമാകുന്നത്. കോട്ടയത്തിന് താങ്ങാൻ കഴിയാത്ത ഒരു ദുഃഖവുമായിട്ടാണ് നാട്ടുകാർ തള്ളി നീക്കുന്നത്. 27 വയസ്സുകാരനാണ് പി ശ്രീഹരി. സ്റ്റെഫിൻ എബ്രഹാം, സാബു 29 വയസ്സുകാരൻ. അങ്ങനെ 3 പേർ. ഷിബു വർഗീസ് ചങ്ങനാശ്ശേരിക്കാരൻ 38 വയസ്സുകാരനാണ്. എല്ലാവരും യുവത്വത്തിൽ നിന്നാണ് പറിച്ചെടുക്കപ്പെടുന്നത് ആ ജീവനുകൾ എന്നതാണ് നമ്മെ വല്ലാണ്ട് ദുഃഖിപ്പിക്കുന്നത്. എത്രയോ പതിറ്റാണ്ടുകൾ ഇനി ആ സ്വപ്നവുമൊക്കെ പൂവണിഞ്ഞുകൊണ്ട് കുടുംബത്തോടൊപ്പം മക്കളുമായിട്ടൊക്കെ ജീവിക്കേണ്ടി വരുന്ന നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ മനുഷ്യർ, നമുക്കിടയിലെ ഒരുവർ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് താങ്ങാനാകുന്നില്ല. ഷിനോജ് കോട്ടയത്ത് നിന്നും ചേരുന്നുണ്ട്. ഷിനോജ്, അത്യന്തം ദുഃഖമാണ്. ആ ദുഃഖം കഴിഞ്ഞ ദിവസം സ്റ്റെഫിൻ്റെ വീട്ടിൽ പോയപ്പോൾ തന്നെ ഇടറുന്നുണ്ടായിരുന്നു. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഷിനോജിൻ്റെ കണ്ഠങ്ങൾ അത് അങ്ങനെ പറ്റുകയുള്ളൂ നമുക്ക്. എങ്ങനെയാണ് അവിടെയൊക്കെ സങ്കട കാഴ്ച? സ്റ്റെഫിൻ്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അത് സ്വീകരിച്ചു. പൊതുപ്രവർത്തകർ, മറ്റ് ബന്ധുക്കൾ, നാട്ടുകാർ ഒക്കെ ചേർന്ന് പലരുമൊക്കെ കരയുന്നുണ്ട്, കണ്ടങ്ങളിടറുന്നുണ്ട്. പലരും സംസാരിക്കുമ്പോൾ പോലും തന്നെ അവർക്ക് എന്ത് പറയണമെന്ന രീതിയിൽ അറിയാത്ത രീതിയിൽ അവർ കരയുന്നുണ്ട്. പ്രത്യേകിച്ച് സ്റ്റെഫിൻ എന്ന് പറയുന്നത് അവരുടെ നാട്ടിലേക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. ആ രീതിയിലൊക്കെ സ്റ്റെഫിനുമായി ബന്ധപ്പെട്ട ഒട്ടനേകം ഓർമ്മകൾ അവർക്കുണ്ട്. ആ ഓർമ്മകളെല്ലാം ബാക്കിയാക്കിയാണ് സ്റ്റെഫിൻ ഇപ്പോൾ യാത്ര പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സ്റ്റെഫിനെ സംബന്ധിച്ച് നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് പാമ്പാടിയിലുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട്. കഴിഞ്ഞ 6 മാസം മുൻപൊക്കെ എത്തിയ സമയത്തും നാട്ടുകാർക്കൊപ്പം ഇരുന്ന് സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് അടുത്ത് വരുമ്പോൾ, 6 മാസങ്ങൾക്ക് ശേഷം വരുമ്പോൾ എൻ്റെ വീടിൻ്റെ പാല് കാച്ചാണ്, അതിനുശേഷം എനിക്ക് കല്യാണമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയി തിരികെ കുവൈറ്റിലേക്ക് പോയതാണ്. എന്നാൽ അതെല്ലാം ഒരു തീനാളം കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഇതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ പോലീസ് അധികാരികളുമൊക്കെ ചേർന്ന് ചർച്ചകൾ നടത്തുകയാണ്. നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് നിലവിൽ നാളെയും മറ്റന്നാളും ഒക്കെ ഈ മൃതദേഹം ഈ മോർച്ചറിയിൽ സൂക്ഷിക്കും. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടുകൂടി സ്റ്റെഫിൻ്റെ വാടക വീടായ പാമ്പാടിയിൽ രാവിലെ ഒരു 15 മിനിറ്റ് പൊതുദർശനമുണ്ടാകും. അതിനുശേഷം സ്റ്റെഫിനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച, സ്റ്റെഫിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായ പാമ്പാടിയിലെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്, അതായിരുന്നു സ്റ്റെഫിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, ഏറ്റവും വലിയ ആഗ്രഹം. അത് തന്നെയായിരുന്നു. കഴിഞ്ഞ 5 കൊല്ലം കുവൈറ്റിൽ പണിയെടുത്ത് ഓരോ രൂപയും കൂട്ടിവെച്ച് വാങ്ങിയ ഭൂമിയിലുണ്ടാക്കിയ വീടാണ്. ആ വീട്ടിൽ ഒരു ദിവസമെങ്കിലും കഴിയണമെന്നതായിരുന്നു സ്റ്റെഫിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇന്നലെ സ്റ്റെഫിൻ്റെ അമ്മയോടും പപ്പയോടും ഒക്കെ സംസാരിക്കുമ്പോഴും അവർ അത് തന്നെയാണ് പറയുന്നത്. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ വീട്ടിൽ കഴിയണമെന്നതായിരുന്നു. പക്ഷേ ആ വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി സ്റ്റെഫിൻ യാത്ര പറയുന്നത്. എന്തായാലും ആ വീട്ടിൽ പണി നടക്കുന്ന ആ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. 1/2 മണിക്കൂറോളം ആ വീട്ടിൽ പൊതുദർശനം വയ്ക്കും. അതിനുശേഷം ഒരു കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു 4 മണിക്കൂറുള്ള സംസ്കാര ശുശ്രൂഷയുണ്ടാകും. അതിനുശേഷമായിരിക്കും IPC ബദൽ ചർച്ചിൻ്റെ കീഴിൽ നേതൃത്വത്തിലുള്ള സംസ്കാര ശുശ്രൂഷകളൊക്കെ നടക്കുക. എന്തായാലും ഈ രീതിയിലാണ് സംസ്കാര ശുശ്രൂഷകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും സ്റ്റെഫിൻ, തങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റെഫിൻ ഇനി ഇല്ല എന്നത് ഈ നാട്ടുകാരെ സംബന്ധിച്ചും
സ്റ്റെഫിൻ്റെ ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയൊക്കെ സംബന്ധിച്ച് ഒരിക്കലും വിശ്വസിക്കാൻ പോലും ആകാത്ത കാര്യമാണ്. ഈ മരണവാർത്ത ആദ്യം അറിഞ്ഞ നിമിഷം മുതൽ ഇതുവരെയും കേട്ടതെല്ലാം വ്യാജമാകണേ എന്നൊരു പ്രാർത്ഥനയിലായിരിക്കും ആ കുടുംബവും നാട്ടുകാരും ഒക്കെ കഴിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ 6 മാസം മുമ്പ് വന്ന സമയത്ത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടൈല്, പൈപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടാണ് പോയത്. വീട്ടിൽ വരുന്ന സമയത്തൊക്കെ തന്നെ ഈ വീട് പണി നടക്കുന്ന സ്ഥലത്ത് ചുറ്റിപ്പറ്റിയായിരുന്നു സ്റ്റെഫിൻ്റെ മുഴുവൻ സമയത്ത് ശ്രദ്ധയും എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും വീട്ടിൽ വിളിക്കുന്ന സമയത്ത്, ബന്ധുക്കളെ ഫോൺ വിളിക്കുന്ന സമയത്തുമൊക്കെ വീട് നിർമ്മാണം എത്രത്തോളമായി വീഡിയോ കോൾ ചെയ്യുക, ഫോട്ടോ എടുത്ത് അയക്കുക, ഇതൊക്കെയായിരുന്നു. അതിൻ്റെ വീടായിരുന്നു ഇവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയും. ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി സ്റ്റെഫിനെ മരണം കൊണ്ടുപോകുന്നത്. എന്തായാലും ഇപ്പോൾ ജില്ലാ കളക്ടറും മറ്റ് അധികാരികളും ഒക്കെയായി ചർച്ച നടത്തുകയാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ ബാക്കി നടപടിക്രമങ്ങൾ ഇവിടുത്തെ പൂർത്തിയാക്കിയതിനു ശേഷം ആംബുലൻസ് മടങ്ങും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റ് 2 പേര് കൂടിയാണ് കോട്ടയത്ത് നിന്ന് മരിച്ചിരിക്കുന്നത്. പ്രധാനമായി ഇത്തിത്താനം സ്വദേശിയായിട്ടുള്ള ശ്രീഹരി, അതുപോലെ തന്നെ പായിപ്പാട് സ്വദേശിയായിട്ടുള്ള ഷിബു വർഗീസ്. ഈ 3 പേരുടെയും സംസ്കാരം ഇന്ന് ഉണ്ടായിരിക്കില്ല. 3 പേരുടെയും 2 പേർ, അതായത് ഇത്തിത്താനം സ്വദേശിയായിട്ടുള്ള ശ്രീഹരി, അതുപോലെ തന്നെ പായിപ്പാട് സ്വദേശിയായിട്ടുള്ള ഷിബു വർഗീസ്, ഈ 2 പേരുടെയും സംസ്കാരം ഞായറാഴ്ച നടക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ശ്രീഹരിയുടെ സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും. ഷിബു വർഗീസിൻ്റെത് ഞായറാഴ്ച രാവിലെ 8 മണിക്കായിരിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം.